വാർത്തകളിലേക്ക് വീണ്ടും വാവിട്ട് പോയ വാക്ക് വീണ്ടും സജി ചെറിയാന് വിനയാകുന്ന ചിത്രം. 2022 ജൂലൈ മാസം അദ്ദേഹം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഭരണഘടനയെ അവഹേളിച്ചു, അപമാനിച്ചു എന്ന് കാട്ടി വലിയ പ്രതിഷേധവും വിമർശനവും നാടാകെ ഉയരുകയും അതിന് പിന്നാലെ അദ്ദേഹത്തിന് കേണ്ടി വരികയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു നിർബന്ധാവസ്ഥ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് തിരുവല്ല ഡിവൈഎസ്പി കേസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നു. തിരുവല്ല കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്നു. അദ്ദേഹം തിരിച്ച് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. അതിലിപ്പോൾ വലിയൊരു തിരിച്ചടി സജി ചെറിയാൻ ഉണ്ടാകുന്നു. തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തേണ്ടത്. ഇനി എപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് ചോദ്യം. സൈഫ് തുടരുന്നുണ്ട്. സൈഫ്, ഇതിലിപ്പോൾ സജി ചെറിയാൻ്റെ ആദ്യ പ്രതികരണം വന്നത് തൻ്റെ ഭാഗം കേട്ടില്ല, ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൃത്യമായി കോടതി പോയില്ല. ഈ രണ്ട് വാദങ്ങൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ എത്രമാത്രം ഗ്രൗണ്ട് നൽകുന്ന ഒന്നാണ്. ഒപ്പം ഹയർ അപ്പീൽ പോകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ധാർമ്മികമായിട്ടല്ലെങ്കിൽ കൂടിയും ഹയർ അപ്പീൽ പോകുന്നു താൻ. അത് ഡിവിഷൻ ബെഞ്ചാണെങ്കിലും അതിന് മുകളിൽ ഹയർ അപ്പീൽ നൽകാൻ സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ അവസാനത്തെ വിധി വരുന്നത് വരെ താൻ നിയമ പോരാട്ടം നടത്തും എന്ന് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് ഈ കസേരയിൽ തന്നെ തുടരാൻ അദ്ദേഹത്തിന് എത്ര കണ്ട് ഗ്രൗണ്ട് നൽകുന്ന ഒരു സംഗതിയാണ്. മോറൽ പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒരു കേസ് നടക്കുമ്പോൾ ഒരാൾ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ കേസിനെ നേരിടാൻ കഴിയുമോ എന്നുള്ള ധാർമ്മിക പ്രശ്നമുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ധാർമ്മികതയുടെ പേരിലാണ് താൻ രാജിവെച്ചത്. പോലീസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല, കോടതി അത് അംഗീകരിച്ചു. കോടതി അത് അംഗീകരിച്ചതിന് ശേഷം അത് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ വരുന്നു. ഹൈക്കോടതി തുടരന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു, ഉത്തരവിടുന്നു. തുടരന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ഉത്തരവിട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തുടരന്വേഷണം നടക്കട്ടെ. തുടരന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ കണ്ടെത്തലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നേരിടാം. എന്തായാലും ഇതിനകത്ത് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സജി ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന്റെ കൂടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം നിയമപരമായി നേരിടാമെന്ന് തീരുമാനിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അപ്പീൽ പോവുക എന്നുള്ളത് തന്നെയാണ് അതിന് മുന്നിലുള്ള മാർഗം. ഈ അപ്പീൽ പോയാൽ സാധാരണഗതിയിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. ചിലപ്പോൾ സ്റ്റേ ചെയ്യാറില്ല. എന്തായാലും ഇതൊരു അടിയന്തര സ്വഭാവത്തിലുള്ള കാര്യമായിട്ട് സജി ചെറിയാൻ കാണുന്നില്ല. CPM നേതൃത്വം അതിനെങ്ങനെ കാണുന്നു എന്നുള്ളത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഒരുപക്ഷെ കണ്ണൂർ മാധ്യമങ്ങളെ കണ്ടേക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നേക്കാം. CPMന്റെ ഒരു നിലപാട് ഇത് തന്നെയാണ്. ഇതിൽ ഒരു വട്ടം രാജിവെച്ചതാണ്. അത് പിന്നീട് ക്ലീൻ ചീറ്റ് നൽകി. ഇപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. തുടരന്വേഷണം നടക്കട്ടെ. തുടരന്വേഷണത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്തലുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് സജി ചെറിയാൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ഒരന്വേഷണം റദ്ദ് ചെയ്ത് പുതിയൊരു അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുമുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് സമാനമായ നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. മുഖ്യമന്ത്രിയോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ പേരിൽ ഇനിയൊരു രാജി എന്തായാലും ഉണ്ടാകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതേസമയം തന്നെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കും, പ്രതിഷേധം ശക്തമാക്കും. സജി ചെറിയാനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയായിരിക്കും അവരും തീരുമാനിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് 3 ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വരികയാണ്. അത് തിരിച്ചടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ജയിച്ചാലും സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയേക്കാം. അങ്ങനെ പ്രതിഷേധം കടുപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ രാജി എന്ന ആവശ്യം അതൊരു കാരണവശാലും CPM നേതൃത്വം അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. സൈഫുദ്ദീൻ, എന്തായാലും കുറേയധികം പുതിയ വിവരങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. എന്ന് വെച്ചാൽ ഹർജിയിൽ ഉണ്ടായിരുന്ന സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്താതെയാണ് അന്തിമ റിപ്പോർട്ട് നൽകിയത്. ഒപ്പം സജി ചെറിയാൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തിട്ടില്ല. പ്രസംഗമടങ്ങുന്ന പെൻഡ്രൈവിൻ്റെ ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നൊക്കെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നാണ് സർക്കാരിൻ്റെ വാദം. തെറ്റാണ് എന്ന് ഉന്നയിക്കുന്ന സർക്കാർ വാദം പോലും ദുർബലമാണെന്ന് കൂടി കാണണം. പെൻഡ്രൈവ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഈ സർക്കാർ വാദം കോടതി തള്ളുന്ന സാഹചര്യവും ഉണ്ടായി. CCTV ദൃശ്യങ്ങളും പ്രസംഗമടങ്ങുന്ന പെൻഡ്രൈവിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും കേസിൽ പ്രധാനപ്പെട്ടതാണെന്നും കൂടി കോടതി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളൊരാവശ്യം കൂടി കോടതി മുന്നോട്ട് വെക്കുമ്പോൾ നിശ്ചയമായും സ്വാഭാവികമായും അത് പോലീസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിലപാടും നടപടിയുമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് അതിപ്പോൾ പോലീസിന് വലിയൊരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച കൂടിയാണ്. ആ നിലക്കുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരും. അതിനെ എങ്ങനെ സർക്കാർ മൊത്തത്തിൽ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷ.